ഹഫ്മാൻ കോഡിംഗ് അൽഗോരിതം. ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഹഫ്മാനാണ്. ഈ ഹഫ്മാൻ കോഡിംഗ് അൽഗോരിതം എന്നുള്ള ടെക്നിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹഫ്മാൻ കോഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഹഫ്മാൻ പ്രൊസീജിയർ 2 ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒപ്റ്റിമം പ്രിഫിക്സ് കോഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ആ 2 ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിൾസ് ദാറ്റ് ഒക്കെ മോർ ഫ്രീക്വൻലി, കൂടുതലായിട്ട് ഒക്കർ ചെയ്യുന്ന സിമ്പിൾസിന് എപ്പോഴും എന്തായിരിക്കും, ഷോർട്ടർ കോഡ് വേർഡ്സ് ആയിരിക്കും. അതേപോലെ തന്നെ 2 സിമ്പിൾസ് ദാറ്റ് ഒക്കെ ലീസ്റ്റ് ഫ്രീക്വൻലി വിൽ ഹാവ് ദ സെയിം ലെങ്ത്. അതായത് ലീസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന 2 സിമ്പിൾസിന് എന്തായിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ 2 ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ് ഹഫ്മാൻ പ്രൊസീജിയർ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്താ നോക്കാം. അതായത് 2 ലോവസ്റ്റ് പ്രോബബിലിറ്റി സിമ്പിൾസിൻ്റെ ലെങ്ത്ത് സെയിം ആയിരിക്കും നമ്മൾ പറഞ്ഞു. ആ ഒരു ലെങ്ത്ത് സെയിം ആയിരിക്കുന്ന 2 ഏറ്റവും കുറഞ്ഞ പ്രോബബിലിറ്റി ഉള്ള സിമ്പിൾസിൻ്റെ ലാസ്റ്റ് ബിറ്റിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഏറ്റവും കുറവ് പ്രോബബിലിറ്റി ഉള്ള 2 സിമ്പിൾസ് എ ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 4 ആണെന്ന് വിചാരിക്കുക. ആ കോഡ് വേർഡിൻ്റെ ലെങ്ത്ത് 4 ആണെങ്കിൽ 0000 ആണ് എ എങ്കിൽ ബി എന്ന് പറയുന്നത് 0001 ആയിരിക്കും. ഈ ഒരു ലാസ്റ്റ് ബിറ്റിൽ മാത്രമായിരിക്കും ചേഞ്ച് ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ദ 2 ലീസ്റ്റ് പ്രോബബിൾ സിമ്പിൾസ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോഡ് വേർഡ് എയുടെ കോഡ് വേർഡ് എന്ന് പറയുന്നത് M*0 ആയിരിക്കും. ബീൻ്റെ കോഡ് വേർഡ് എന്ന് പറയുന്നത് M*1 ആയിരിക്കും. ഈ എം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ഈ സ്ട്രിങ് ദാറ്റ് കണ്ടെയ്ൻ 1s and 0, കുറേ 1s and 0 ഉള്ള ഒരു സ്ട്രിങ് ആണ്. സ്റ്റാർ എന്ന് പറയുന്നത് കോൺകാറ്റിനേഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലോട്ടേക്ക് പോവാം. സോ നമുക്ക് ഹഫ്മാൻ കോഡിങ്ങിൻ്റെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന 2 ലെറ്റർ ഏതാണോ, ഏറ്റവും ലീസ്റ്റ് പ്രോബബിലിറ്റി ഉള്ള 2 ലെറ്റർ ഏതാണോ അത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്, A4ഉം A5ഉം ആണ്. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിസെൻഡിങ് ഓർഡറിലായിട്ട് റൈറ്റ് ചെയ്യണം. ലെറ്റർ, പ്രോബബിലിറ്റി, കോഡ് വേർഡ് അങ്ങനെ. ഇനി ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന 2 ഏതാണ്, A4ഉം A5ഉം ആണ് ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അത് രണ്ടിൻ്റെയും കോഡ് വേർഡ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് C ഓഫ് A4 ആൻഡ് C ഓഫ് A5 നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഹഫ്മാൻ കോഡിംഗ് വർക്ക് ചെയ്യുന്നത് എന്ത് കൺസെപ്റ്റിലാണ്, ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി വരുന്നതിൻ്റെ കോഡ് വേർഡ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ലെറ്റേഴ്സ് ഉള്ളതായിരിക്കും, കുറവ് ബിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കുറവ് പ്രോബബിലിറ്റി ഉള്ളതിൻ്റെ ലോങ്ങസ്റ്റ് കോഡ് വേർഡ് ആയിരിക്കും. അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ബിറ്റിൽ മാത്രമായിരിക്കും ഡിഫറൻസ് ഉണ്ടാകുന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഹഫ്മാൻ കോഡിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന 2 A4ഉം A5ഉം ആണ്. അതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ബിറ്റ് മാത്രമായിരിക്കും ഡിഫറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ A4ന് നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ബിറ്റ് 0 എന്ന് കൊടുക്കാം. A5ൻ്റെ ലാസ്റ്റ് ബിറ്റ് നമുക്ക് 1 എന്ന് കൊടുക്കാം. അതിൻ്റെ മുന്നേ എന്താണ്, ഒരുപാട് ബൈനറി ഡിജിറ്റ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ α1* കൊണ്ട് ഉദ്ദേശിക്കുന്നത്. α1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്പർ ഓഫ് ബൈനറി സ്ട്രിങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺകാറ്റിനേഷനാണ്. സോ നമ്മൾ C ഓഫ് A4നെ നമ്മൾ α1*0 എന്നും C ഓഫ് A5നെ നമ്മൾ എന്താണ് α1*1 എന്നും റീപ്ലേസ് ചെയ്തു. ഇനി ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു A4- എന്ന് പറഞ്ഞൊരു പുതിയ ലെറ്റർ ആക്കി നമ്മൾ ടേബിളിൽ ആഡ് ചെയ്യണം. അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വരും, 0.1ഉം കൂടെ ആഡ് ചെയ്തിട്ട് 0.2 പ്രോബബിലിറ്റി വരും. സോ നമ്മൾ അടുത്ത ഒരു 4 ലെറ്റർ ആൽഫബറ്റുള്ള ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ടേബിൾ എന്ന് പറയുന്നത്. A2യുടെ പ്രോബബിലിറ്റി 0.4, A1ൻ്റെ പ്രോബബിലിറ്റി 0.2, A3യുടെ 0.2, പിന്നെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത A4-ൻ്റെ 0.2. അപ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന 2 ഏതൊക്കെയാണ്, A3ഉം A4- ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി അത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റുള്ള C ഓഫ് A3യും C ഓഫ് A4- ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ കൺസെപ്റ്റ് തന്നെ, ലാസ്റ്റ് ബിറ്റിലാണ് ഡിഫറൻസ് ഉണ്ടാവുക. സോ C ഓഫ് A3യുടെ ലാസ്റ്റ് ഞാൻ 0 എന്നും A4-ൻ്റെ ലാസ്റ്റ് ഞാൻ 1 എന്നും കൊടുത്തു. പിന്നെ ഒരു α2 എന്ന് പറഞ്ഞൊരു ലെറ്റർ വെച്ചിട്ട് നമ്മളതിനെ കോൺകാറ്റിനേഷനും ചെയ്തു. ഇനി നമുക്കറിയാം ഈ A4- ഉള്ളിൽ എന്തൊക്കെയുണ്ട്, C ഓഫ് A4 ഉണ്ട്, C ഓഫ് A5 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ α1 നമ്മളിവിടെ എന്താണ് A4-ൻ്റെ കോഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് α1 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ α1നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ α2*1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും, C ഓഫ് A4 എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഈ α1നെ നമ്മൾ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും, α2*
1 വെച്ച് റീപ്ലേസ് ചെയ്യും. ബാക്കി ഇവിടെ ഓൾറെഡി ഉള്ള എന്താണ് ഈ 0 എഴുതും. അതേപോലെ സി ഓഫ് എ ഫൈവിൻ്റെ എന്ത് വരും? സി ഓഫ് എ ഫൈവ് ആൽഫ 2 സ്റ്റാർ 1, പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള ഈ 1ഉം വരും. ഓക്കെ, അപ്പോൾ സി ഓഫ് എ ഫോറിൻ്റെ കോഡ് എന്തായിട്ട് വന്നു? ആൽഫ 2 സ്റ്റാർ 10 എന്നും സി ഓഫ് എ ഫൈവിൻ്റെ ആൽഫ 2 സ്റ്റാർ 11 എന്നും കിട്ടി. സോ നമുക്ക് കിട്ടിയേക്കുന്ന കോഡ് വേർഡ് സി ഓഫ് എ 3 എന്ന് പറയുന്നത് ആൽഫ 2 സ്റ്റാർ 0, സി ഓഫ് എ 4 എന്ന് പറയുന്നത് ആൽഫ 2 സ്റ്റാർ 10, സി ഓഫ് എ 5 എന്ന് പറയുന്നത് ആൽഫ 2 സ്റ്റാർ 11 എന്ന് വന്നു. ഇനി ഇത് മൂന്നിനെയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് A3 ഡാഷ് എന്ന് പറഞ്ഞൊരു ലെറ്ററായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വരും? 0.4 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ലീസ്റ്റായിട്ട് വരുന്ന ഏതൊക്കെയാണ്? A3 ഡാഷും A1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ A3 ഡാഷിനെയും A1നെയും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ എന്ത് വരും? സി ഓഫ് A3 ഡാഷ് എന്ന് പറയുന്നത് ആൽഫ 3 സ്റ്റാർ ലാസ്റ്റുള്ള ഡിജിറ്റ് 0 വരും. ഇനി സി ഓഫ് A1 എന്ന് പറയുന്നത് ലാസ്റ്റുള്ള ഡിജിറ്റ് എന്ത് വരും? ആൽഫ 3 സ്റ്റാർ 1 എന്ന് വരും. ഇനി നമുക്കറിയാം ഈ A3 ഡാഷിൻ്റെ ഉള്ളിൽ സി ഓഫ് A3 ഉണ്ട്, A4 ഉണ്ട്, A5 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെയൊക്കെ കോഡ് വേർഡിലുള്ള ഈ ആൽഫ 2നെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ആൽഫ 3 സ്റ്റാർ 0 എന്ന് കൊടുക്കണം. അപ്പോൾ സി ഓഫ് A3യുടെ കോഡ് വേർഡ് എന്ത് വരും? ആൽഫ 2ന് പകരം നമ്മൾ ആൽഫ 3 സ്റ്റാർ 0 എന്ന് കൊടുക്കും. പിന്നെ ഓൾറെഡി ഉള്ള 0യും വരും. ഓക്കെ, ഇനി അതേപോലെ സി ഓഫ് A4ൻ്റെ എന്ത് വരും? ആൽഫ 3 സ്റ്റാർ 0, പിന്നെ ഓൾറെഡി ഉള്ള 10. അതേപോലെ സി ഓഫ് A5 എന്ത് വരും? ആൽഫ 3 സ്റ്റാർ 0, പിന്നെ ഓൾറെഡി ഉള്ള 11. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് A1, A3, A4, A5ൻ്റെയൊക്കെ കോഡ് വേർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു A3 ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞൊരു ലെറ്റർ കൊടുക്കുക. അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് വരും? ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്യുമ്പോൾ 0.6 എന്ന് വരും. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഫസ്റ്റ് A3 ഡബിൾ ഡാഷ് 0.6 വരും. പിന്നെ നമുക്ക് അവിടെ പെൻഡിങ് ആയിട്ടുള്ള ഏതായിരുന്നു? A2 ആയിരുന്നു. അതിൻ്റെ പ്രോബബിലിറ്റി 0.4 ആണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പം A3 ഡബിൾ ഡാഷിൻ്റെ സി ഓഫ് A3 ഡബിൾ ഡാഷിൻ്റെ എന്ത് വരും? ആൽഫ 4 സ്റ്റാർ ലാസ്റ്റ് ഡിജിറ്റ് 0 എന്ന് കൊടുക്കുക. ഇനി സി ഓഫ് A2ൻ്റെ എന്ത് വരും? ആൽഫ 4 സ്റ്റാർ 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഈ A3 ഡബിൾ ഡാഷിൻ്റെ ഉള്ളിൽ 4 ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? A1, A3, A4, A5. ഇതിൻ്റെയൊക്കെ കോഡിലുള്ള ഈ ആൽഫ 3നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ആൽഫ 4 സ്റ്റാർ 0 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സോ അപ്പോൾ എന്ത് വരും? സി ഓഫ് A1 എന്ന് പറയുന്നത് ആൽഫ 4 സ്റ്റാർ 0 ഓൾറെഡി ഉള്ള 1. അതേപോലെ സി ഓഫ് A3 എന്ന് പറയുന്നത് ആൽഫ 4 സ്റ്റാർ 0 ഓൾറെഡി ഉള്ള 00. അതേപോലെ സി ഓഫ് A4 എന്ന് പറയുമ്പോൾ ആൽഫ 4 സ്റ്റാർ 0 ഓൾറെഡി ഉള്ള 010. ഇനി സി ഓഫ് A5 എന്ന് പറയുമ്പോൾ എന്ത് വരും? ആൽഫ 4 സ്റ്റാർ 0011 എന്ന് വരും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് കിട്ടിയ A1ൻ്റെ കോഡ് വേർഡ് എന്താണ്? 01. A2യുടെ കോഡ് വേർഡ് എന്താണ്? 1. A3യുടെ കോഡ് വേർഡ് 000. A4ൻ്റെ കോഡ് വേർഡ് 0010. A5ൻ്റെ കോഡ് വേർഡ് 0011 കിട്ടി. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാം ഈ A2യുടെ പ്രോബബിലിറ്റി ആയിരുന്നു നേരത്തെ ഏറ്റവും ഹൈ ആയി കിടന്ന 0.4 എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് എന്ത് ഏറ്റവും കുറവ് കോഡ് വേർഡ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഏറ്റവും ലീസ്റ്റ് വന്ന നമ്മൾ ഫസ്റ്റ് കമ്പൈൻ ചെയ്ത രണ്ടെണ്ണമാണ് A4ഉം A5ഉം. അതിൻ്റെ കോഡ് വേർഡിൻ്റെ ലെങ്ത്ത് എന്താണ്? സെയിം ആണ്. രണ്ടിൻ്റെയും ലെങ്ത്ത് 4 ആണ്. അതിൽ ലാസ്റ്റ് ബിറ്റിൽ മാത്രമാണ് എന്ത് വന്നത്? ഡിഫറൻസ് വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്.